കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നവീകരണത്തിന്റെ മാതൃകയായി കണക്കാക്കപ്പെടുന്ന പ്രിസം പദ്ധതിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ കശ്മീരിൽ നിന്നൊരു സംഘം കേരളത്തിലെത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന സംഘം മലപ്പുറം, കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾ സന്ദർശിച്ച് കേരളത്തിന്റെ സ്കൂൾ നവീകരണ മാതൃക പരിചയപ്പെട്ടു. PRISM പദ്ധതിയെക്കുറിച്ച് പഠിക്കാനാണ് കശ്മീരിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും കേരളത്തിലെത്തിയത്. ശ്രീനഗർ ഗവൺമെന്റ് ഗേൾസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 അധ്യാപകരും 10 വിദ്യാർത്ഥികളും അടങ്ങിയ സംഘമാണ് കേരള യാത്ര നടത്തിയത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്കൂളുകളിലൂടെയാണ് സംഘത്തിന്റെ സന്ദർശനം. മലപ്പുറം ജില്ലയിലെ ആനങ്ങാടി GFLP സ്കൂളിലെത്തിയ സംഘത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഊഷ്മളമായി സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ പഠനോപകരണങ്ങൾ കാണിച്ച് അധ്യാപകർ വിശദീകരിച്ചു. So the people here are really good and nice and humble, and we went to 2 schools and this is the 3rd school we are in. The innocency of the children, that is really like cherishing. സ്കൂളിലെ കലാപകടനങ്ങളും സംഘം ആസ്വദിച്ചു മനസ്സിലാക്കി. Everyone feels like, oh, government school, that's not that good as private schools. But when we saw the infrastructure over here, that was so good, so much good. It's organized very well. കേരളീയ അതിഥി സൽക്കാരത്തെയും രുചികളെയും പരിചയപ്പെട്ട സംഘം സ്കൂളിൽ ഒരുക്കിയ വിഭവങ്ങളും രുചിച്ചു. PRISM പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ നിർണായക പങ്ക് വഹിച്ച ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് സംഘം കേരളത്തിലെത്തിയത്. ആനങ്ങാടി GFLP സ്കൂളിൽ ഫൗണ്ടേഷൻ നടപ്പാക്കിയ പദ്ധതികളും സംഘം നേരിൽ കണ്ടു. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.